സർ, അമേരിക്കയുടെ മൂന്നാമത്തെ ഡ്രോൺ കൂടി ഈ പറയുന്ന ഹൂത്തികൾ വെടിവെച്ചിട്ടു. ഇതോടുകൂടി ഒരു വിമാനവാഹിനി കപ്പൽ കൂടി ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ സമ്പൂർണ്ണ നശീകരണം ഹൂത്തികളെ, ഇതായിരിക്കും ഉദ്ദേശം. ഹൂത്തികളുടെ ഉന്മൂലനം ട്രംപിന്റെ ലക്ഷ്യമാണ്. ഇപ്പോൾ ഒരു വിമാനവാഹിനി കൂടി, കാരണം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പ്രസിഡന്റിന്റെ പേരിലുള്ള ഒരു വിമാനവാഹിനി ഇപ്പൊ ചെങ്കടലിലുണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. ഇനിയിപ്പോ കാൾ വിൻസൺ പഴയൊരു കമാൻഡറാണ് അദ്ദേഹം. കാൾ വിൻസന്റെ പേരിലുള്ള ഒരു വിമാനവാഹിനി കൂടി ഗൾഫിലേക്ക് നീങ്ങുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ വിമാനവാഹിനിയിൽ നിന്നുള്ള വിമാനങ്ങൾ അത്യാവശ്യം ബോംബ് ഇടാൻ തയ്യാറായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ MQ എന്ന് പറഞ്ഞ റീപ്പർ ഡ്രോൺ, ആളില്ലാത്ത ഡ്രോൺ, അതാണ് ഈ മൂന്നാമത്തത് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ വെടിവെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഈ ഓരോ ഡ്രോണും മൂന്നിൽ ഓരോ ഡ്രോണും വലിയ ചെലവുള്ളതാണ്. $30 മില്യൺ ഒരു ഡ്രോണിന് ചെലവ് വരും. 356 കോടി രൂപ നമ്മുടെ കറൻസി വെച്ചിട്ട് ഈ അത്രയും പണമാണ് പോകുന്നത്. അപ്പോൾ അമേരിക്ക ഇത് കുറച്ചുകൂടി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഈ ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൂടി താവളം ഉണ്ടല്ലോ, ആ താവളത്തിൽ നിന്ന് 6 B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ, ആ ബോംബർ വിമാനങ്ങൾ ഡീഗോ ഗാർഷ്യ താവളത്തിലേക്ക് ഇന്ത്യ സമുദ്രത്തിൽ അയച്ച് അതും സന്നാഹത്തിൽ ഇപ്പോൾ റെഡിയായിട്ട് ഈ വലിയ വലിയ ബോംബുകൾ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൾഫിലേക്ക് കാൾ വിൻസൺ പുറപ്പെട്ടു. 6 B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഡിഗോ ഗാർഷ്യ താവളത്തിൽ വന്നു. മൂന്നാമത്തെ ഡ്രോൺ ഹൂത്തികൾ അമേരിക്കയുടെ വെടിവെച്ചിട്ടതോട് കൂടിയിട്ടാണ്. മുമ്പൊരു ഡ്രോൺ വെടിവെച്ചിട്ടത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ഡ്രോൺസ് യമൻ്റെ വ്യോമ മേഖല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ ഡ്രോണുകൾ യമൻ്റെ വ്യോമ മേഖല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫുട്ടേജും ഒക്കെ ഉണ്ട്. എവിടെയാണ് വെടിവെച്ചിട്ടത് എന്ന് നമുക്കറിയില്ല, ഏത് മേഖലയിലാണെന്നൊന്നും അമേരിക്ക പറഞ്ഞിട്ടില്ല. ഹൂത്തികൾ ഈ സർഫസ് ടു എയർ മിസൈൽ, ഈ മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോയിട്ടാണ് സഞ്ചരിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സർഫസ് ടു എയർ, കരയിൽ നിന്ന്. അങ്ങനെയാണ് ഈ ഡ്രോണുകളെ തകർത്തിരിക്കുന്നതെന്നാണ് വിവരം. എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് വാർഫെയറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഹൂത്തികൾ. ഇറാൻ്റെ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് ഇറാൻ്റെ സയ്യദ് 2C, സക്കർ, റഷ്യയുടെ SS-6 തുടങ്ങിയ മിസൈലുകളുടെയൊക്കെ ഭാഗങ്ങളാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സംഭരിച്ചു വെച്ച മിസൈലുകളായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് ഈ കള്ളക്കടത്ത് നടത്തിയ ഹാർഡ്വെയർ ആണെന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ നാടൻ വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് അസംബിൾ ചെയ്തെടുത്താണെന്നും വിചാരിക്കുന്നുണ്ട്. കുറെ ഇതിൻ്റെ പാർട്ടുകൾ പല സ്ഥലത്തു നിന്ന് സംഘടിപ്പിച്ചിട്ട്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇറാൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, സംഘടിപ്പിച്ച് ഘടിപ്പിച്ചെടുത്തതാണ് എന്നാണ് കരുതുന്നത്. മാർച്ച് 15-നാണ് ഈ ട്രംപ് വന്ന ശേഷം ഹൂത്തികൾക്കെതിരെ വീണ്ടും പോരാട്ടം തുടങ്ങുന്നത്. ഇതുവരെ 60 ഹൂത്തികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെ, അതായത് ഈ ഗാസയിലെ വെടിനിർത്തൽ സ്ഥിരമാക്കിയില്ലെങ്കിൽ ചെങ്കടലിലെ ഇസ്രയേൽ കപ്പലുകളെ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും എന്ന് ഹൂത്തികളുടെ ഭീഷണിയുണ്ട്. ആ ഭീഷണി വന്നപ്പോഴാണ് അമേരിക്ക തിരിച്ചടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഡ്രോണുകൾ 3 വീണല്ലോ. അപ്പോൾ ഈ അമേരിക്കയുടെ ഡ്രോണുകൾ ഉപയോഗശൂന്യമാണ്, വൃത്തികെട്ടതാണ്, യൂസ്ലെസ് എന്ന് പറയുന്നൊരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടുകളൊക്കെ ഹൂത്തികൾ പാടുന്നതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യൂസ്ലെസ് ഡ്രോണുകളാണ്, നമ്മൾ തകർത്ത് കളയും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഈ B-2 ബോംബറുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഡിഗോ ഗാർഷ്യ താവളത്തിൽ. അതിന് 2 പേര് വിമാനത്തിലുണ്ടാവും. 6000 നോട്ടിക്കൽ മൈൽ റേഞ്ച് ഉണ്ട്. അത് വേണമെങ്കിൽ 10,000 ആക്കാം. ആകാശത്ത് ഇന്ധനം നിറച്ചിട്ടാണ് ഈ 6000 റേഞ്ച് 10,000
ആക്കി പോകുന്നു. കൂട്ടിയെടുക്കാവുന്നത്. 4 എഞ്ചിനുണ്ട്. ഹൈ സബ്സോണിക് സ്പീഡിലാണത് പറക്കുന്നത്. 50,000 അടി വരെ ഉയരത്തിൽ പോകാം. 40,000 പൗണ്ട് വരെയുള്ള ആയുധങ്ങൾ അതിന് വഹിക്കാം. ഈ ബോംബർ വിമാനങ്ങൾക്ക് ഗൈഡഡ് ബോംബുകൾ, പിന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ആണവ ബോംബുകൾ, ആണവായുധങ്ങളൊക്കെ വഹിക്കാവുന്നതാണ് ഈ ബോംബർ വിമാനങ്ങൾ ഡിഗോ ഗാർഷ്യയിലെ ഹൂത്തികൾക്കെതിരെ വന്നിരിക്കുന്നത്. യമനിൽ ഭൂഗർഭ നിലവറകൾ ഇപ്പോൾ ഉണ്ട്. അവിടെയാണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കുറേ കോട്ടകൾ പോലുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഈ നിലവറകളും കോട്ടകളും കോട്ടകൊത്തളങ്ങളും ഒക്കെ തകർക്കാനാണ് ഈ ബോംബറുകൾ റെഡിയായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കയുടെ. അതുപോലെ ഈ പ്ലാനറ്റ് ലാബ്സ് ഉപഗ്രഹ ചിത്രങ്ങളെടുത്ത് ഇടുമല്ലോ. പ്ലാനറ്റ് ലാബ്സിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ഡിഗോ ഗാർഷ്യയിലെ ഈ ബോംബറുകൾ അമേരിക്കയുടെ വന്നതായിട്ട് കാണുന്നത്. വടക്കൻ യമനിലാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ, അതിൻ്റെ ഭാഗമായി നേവൽ എസ്കോർട്സ്, എയർ കവർ വിമാനത്തിൻ്റെ അകമ്പടി ഒക്കെ ഉണ്ട്. ഇൻഡോ പസഫിക്, ഇപ്പോൾ ഇൻഡോ പസഫിക് ഡ്യൂട്ടിയിലാണ് ഈ വിമാനവാഹിനി ഉള്ളത്. കാൾ വിൻസൺ എന്ന് പറഞ്ഞ വിമാനവാഹിനി. അതിനെയാണ് ഇപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്, 2ാമത്തെ വിമാനവാഹിനി. അപ്പോൾ ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ വിമാനവാഹിനി യുടെ കൂടെയാണ് ഇതുണ്ടാവുക. ഈ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി ഡിസംബർ മുതൽ ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹാരി എസ് ട്രൂമാൻ 1982 കമ്മീഷൻ ചെയ്തതാണ് ഈ വിമാനവാഹിനി. കാൾ വിൻസൺ ആണവ വിമാനവാഹിനിയാണത്. അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം, ആ പോരാട്ടത്തിൽ ഈ വിമാനവാഹിനിയിൽ നിന്നാണ് ആദ്യം ആക്രമിക്കാനുള്ള വിമാനങ്ങൾ ഉയർന്ന് പൊങ്ങിയത്. ആദ്യ വ്യോമാക്രമണം താലിബാനെതിരെ നടത്തിയത് ഈ വിമാനവാഹിനിയിൽ നിന്നുള്ള മറ്റേ വിമാനങ്ങളായിരുന്നു. അപ്പോൾ ആദ്യ ഡ്രോൺ ഈ ഹൂത്തികൾ, അമേരിക്കയുടെ ഡ്രോൺ ആദ്യം വെടിവെച്ചിട്ടത് മാർച്ച് 3-നാണ്. പിന്നത്തത് കഴിഞ്ഞ തിങ്കളാഴ്ച, 3ാമത്തേത് ഏപ്രിൽ 4-ാം തീയതി. അതാണ് കഴിഞ്ഞ ദിവസം 4-ാം തീയതിയാണ് 3ാമത്തെ അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ടത്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരാത്തത് കൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഹൂത്തികൾക്ക് ഇപ്പം സഹായം നൽകുന്ന ടെഹ്റാനാണ്. ഒപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഒന്നുകിൽ ഈ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നൊരു സംശയം ട്രംപിനുണ്ടോ? അതുകൊണ്ടാണ് ഈ അതുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ ഈ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കൊന്നും ഇറാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ 60% സമ്പുഷ്ടമായ യുറേനിയം എപ്പോൾ വേണമെങ്കിലും 90% ആകാം എന്നുള്ളത് നേരത്തെ തന്നെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ബൈഡൻ്റെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഏത് നിമിഷവും അതൊരു ആണവ ബോംബ് ഉണ്ടാക്കാം ഇറാൻ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അവർക്കിപ്പോൾ ഭൂഗർഭ ആണവ നിലയങ്ങൾ അല്ലേ? അതെ. പിന്നെ മലയുടെ അകത്തും മലയ്ക്കുള്ളിലും ഒക്കെ ആണവ നിലയം അവർ പണിതിട്ടിട്ടുണ്ട്. 2 ആണവ നിലയങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഭൂഗർഭവും മലയുടെ അകത്തുമൊക്കെ ആയതുകൊണ്ട് അത് ലൊക്കേറ്റ് ചെയ്ത ശേഷം അത് ഈ പറഞ്ഞ പോലെ ഇത്തരം ബോംബറുകൾ വന്നിട്ടേ അത് തകർക്കാൻ കഴിയും. അപ്പോൾ ആ ഓപ്പറേഷനിലേക്ക് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ കരുതാം. അതിൻ്റെ സമയം കൂടിയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.